സ്തോത്രം സ്തോത്രം. 1 കൊരിന്ത്യർ 7:1 പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. രണ്ടാമത്തെ ക്ലിപ്പാണ്. 2 ക്ലിപ്പായിട്ട് ഇത് ചെയ്യണമെന്ന് എൻ്റെ ഹൃദയത്തിൽ പ്രേരണ കിട്ടി. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നേ. ഞാൻ വളരെ ബലഹീനനായിട്ടിരുന്നു കൊണ്ടാണ് ഈ വചനം പ്രസംഗിക്കുന്നത്. ഇത് പ്രസംഗിക്കുമ്പോൾ എനിക്ക് ബലം കിട്ടുക. കർത്താവ് ബലം തന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ജാതികളോട് ഇടകലരരുത്. അവരെ നിർമൂലമാക്കാൻ മോശ പറഞ്ഞു. പ്രമാണം വാങ്ങാനായിട്ട് മോശ പർവ്വതത്തിൽ പോയപ്പോ കൂടെ നടന്നൊരു പാസ്റ്റർ, സെൻട്രൽ പാസ്റ്ററായി. 3000 എണ്ണത്തിനെ കൊന്നെടുത്ത് പുള്ളി. എൻ്റെ പ്രസംഗ ഭാഷയാണ് കേട്ടോ, നിങ്ങൾ ക്ഷമിച്ചോണം ദൈവത്തെ ഓർത്ത്. ദൈവപുരുഷൻ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മ്യൂസിക് നൈറ്റ് നടന്നുകൊണ്ടിരിക്കുക, ലൈറ്റൊക്കെ ഇട്ട്. ഇനിയിപ്പോൾ അങ്ങനെ നമ്മൾ തുടങ്ങിയൊക്കെയല്ലേ. ലോകജാതികൾ ഈ സംഗീത നിശ നടത്തുമ്പോൾ ലൈറ്റൊക്കെ ഇട്ട് ചെയ്ത് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുക. എന്നാലും ഞാൻ നോക്കിയപ്പോൾ ഒരു മുടി നീട്ടി വളർത്തിയ ഒരുത്തൻ മുടിയൊക്കെ റബ്ബറിട്ട് കെട്ടി അവൻ ഗിറ്റാർ അടിച്ചു. ഭയങ്കര അടിയാണ്. അവൻ്റെ അടി കേട്ട ആൾക്കാർ ഉറഞ്ഞു തുള്ളുക. ഞാനും ഗിറ്റാർ വായിക്കുന്നവനാ, ഞാനും ഓർഗൺ വായിക്കുന്നവനാ. എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും വേണം ദൈവമക്കൾക്ക്. സംഗീതം ആരുടെ വകയാണെന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. സംഗീതം ആരുടെ വകയാ? ലൂസിഫറിൻ്റെതാ. പിശാച് അതിലൂടെ കയറാൻ വളരെ എളുപ്പമാ. ഇന്ന് പലരെയും ആ നിലയിൽ ബന്ധിച്ചിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തുറന്ന സത്യമാണ്. നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്കൊരു ചുക്കുമില്ല, ഞാൻ ഉള്ളതുപോലെ തുറന്നു പറയുക. സംഗീത നിശയായിട്ട് കിടക്കുന്നവൻ ആത്മീകന്മാർ കുറവാണ് അവരുടെ ഇടയിൽ. ജഡീകന്മാരാണ്, ജഡപ്രകാരം നടക്കുന്നവരാണ് അവരെ. റോമാലേഖനം 8-ാം അധ്യായം പഠിക്കുമ്പോൾ ജഡീകനും ആത്മീകനും റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 5 മുതൽ വേണമെങ്കിൽ അങ്ങോട്ട് വായിച്ചു പഠിച്ചു, വേണമെങ്കിൽ ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ജഡസ്വഭാവമുള്ളവർക്ക് ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനം തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാൻ കഴിയുന്നതുമില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിവില്ല. നിങ്ങളോ ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. 11-ാം വാക്യം പെന്തക്കോസ്തുകാർക്ക് അറിഞ്ഞൂടാത്ത വാക്യമായത്. യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങൾ വസിക്കുന്നതിൻ്റെ ആത്മാവിനെ കൊണ്ട്, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. 2 സഹോദരന്മാരിരുന്നുകൊണ്ട് പാസ്റ്റർമാരവരെ ആരുയർത്തെഴുന്നേറ്റ് വരുമെന്ന് ഭയങ്കര ചർച്ച. ഈ യുദ്ധം നടക്കുമ്പോഴും പല ഭീകരാക്രമണങ്ങൾ നടത്തുമ്പോഴും നമ്മുടെ ലോകപ്രകാരമുള്ള സഹോദരങ്ങൾ ഇസ്രായേൽ യുദ്ധത്തിനൊക്കെ 3-4 പേരെ ഇരുത്തിയിട്ട് ചർച്ച നടത്തും. ഭയങ്കര ചർച്ചയായത്. ഞാനും കുറെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി സാത്താൻ്റെ പരിപാടിയാണെന്ന് മനസ്സിലായി. നിർത്തിക്കളഞ്ഞത്. ഇസ്രായേലിന് അനുകൂലമായി പറയുന്ന ഒത്തിരി പേരുണ്ട്. അത് കേൾക്കാൻ നല്ല സുഖമാണ്. ഇത് പറഞ്ഞ് ലോകത്തിലെ കാര്യങ്ങളല്ലേ. പ്രിയമുള്ളവരെ, എനിക്കത് മനസ്സിലായി. അവസാനം ഈ ലോകത്തിൻ്റെ ഭാഷയാണെന്ന് മനസ്സിലായി. ഞാൻ നിർത്തിക്കളഞ്ഞു. ഈ ആത്മീയരെന്ന് പറയുന്ന പാസ്റ്റർമാർ നടത്തിയ ചർച്ചയിൽ ഒരു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടാൽ കർത്താവിൻ്റെ വരവിൽ അവൻ പോകുമെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ ഒരു ഡിസ്ക് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ചെയ്തു. ഈ റോമർ 8:11 വായിച്ച് പഠിച്ചാൽ എന്താ എഴുതിയിരിക്കുന്നത്? അതങ്ങോട്ട് വായിച്ച് പഠിച്ചോ. ഹല്ലേലൂയ. യേശുവിനെ മരിച്ചവരിൽ ഉറപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉറപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെ ചെയ്യും. അപ്പം നമ്മളിൽ ദൈവാത്മാവ് വസിക്കുന്നില്ലെങ്കിലോ ഉയർപ്പില്ല. ഇവിടെ കൺവെൻഷൻ നടത്താം, ഇവിടെ പ്രോഗ്രാം നടത്താം, സഹകാര പരിപാടി നടത്താം. പ്രവൃത്തി പുസ്തകത്തിലെ 19-ാം അധ്യായമാണെന്ന് തോന്നുന്നു. ഒരു 10-12 പേര് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇവനൊന്നും ആത്മാവില്ല. ആത്മാവില്ലാത്തവന്മാരെല്ലാം കൂടി ഇരുന്ന് ഭയങ്കര പ്രാർത്ഥന, കൺവെൻഷൻ നടത്തുന്നു, ഉപവാസ പ്രാർത്ഥന നടത്തുന്നു, സുവിശേഷ യോഗങ്ങൾ നടത്തുന്നു, ആത്മീയ കൂട്ടായ്മകൾ അവിടെ ഇവിടെയൊക്കെ നടത്തുന്നു, വിദേശത്ത് പോയി നടത്തുന്നു, സ്വദേശത്ത് നടത്തുന്നു. ഭയങ്കര പരിപാടിയാ.
പരിശുദ്ധാത്മാവ് അവർക്കില്ല. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചത്, ആത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ പാപബോധം ഉണ്ടാകത്തുള്ളൂ. സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ്, പാപത്തെക്കുറിച്ച് ബോധം വരുന്ന പരിശുദ്ധാത്മാവ്, ഒരു ആത്മനിറവും ജീവിതമുള്ളവന് മാത്രമേ പാപബോധം ഉണ്ടാകും, അല്ലാതെ കാണത്തില്ല. ഇല്ലാത്ത ഏടാകൂടത്തിൽ മുഴുവൻ എടുത്ത് ചാടുന്നതിൻ്റെ പ്രധാന കാരണം ആത്മാവില്ലാത്തത് കൊണ്ടാ. ഉള്ള ആത്മാവ് മുഴുവൻ ദുരാത്മാവുവാ. എന്താ പാസ്റ്റർ ഇങ്ങനെയൊക്കെ പറയണേ? വായിച്ചോ, 1 യോഹന്നാൻ 4:6. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തിൽ നിന്നുള്ളവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാൽ അറിയാം. അപ്പോസ്തലന്മാർ തരുന്ന ഉപദേശം നീ കേട്ടില്ലെങ്കിൽ നിന്നിൽ വഞ്ചനയുടെ ആത്മാവെന്ന് യേശുക്രിസ്തുവിൻ്റെ മാറിൽ ചാരിയിരുന്ന യോഹന്നാൻ അപ്പോസ്തലൻ നല്ല വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിലോട്ട് പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഇതൊക്കെ നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ഇന്ന് പാസ്റ്റർമാർ തന്നെ ജനത്തെ തെറ്റിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ പ്രിയമുള്ളവരെ? നിങ്ങൾ വിശ്വസിക്കുമോ? എടുക്കാം യെശയ്യാപ്രവാചകന്റെ പുസ്തകം. ഞാനത് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ. എത്ര പ്രാവശ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുക? യെശയ്യാപ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം. എത്രയോ പ്രാവശ്യം ഞാനത് പറഞ്ഞു. എൻ്റെ ജനമോ, കുട്ടികൾ അവരെ നടത്തുന്നു, പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു. എൻ്റെ ജനമേ, നിന്നെ നടത്തുന്നവർ നിന്നെ തെറ്റിക്കുന്നു, നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുന്നു. പാസ്റ്റർമാർ തന്നെ ദൈവത്തിൻ്റെ യഥാർത്ഥ വചന വ്യവസ്ഥ പ്രസംഗിക്കാത്തത് കൊണ്ട് ജനം തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് കേട്ട് മടങ്ങി വരാമോ? ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെ, നമുക്ക് മടങ്ങി വരാമോ? എന്നെ കൊല്ലാൻ നടന്നിട്ടൊന്നും ഒരു പ്രയോജനമില്ല. ഞാൻ ചാകുന്നൊരു പറഞ്ഞുകൊണ്ടിരിക്കും. നടത്തുന്നവർ തെറ്റിക്കുന്നു. നമ്മളാൽ നടത്തപ്പെടുന്ന വിശ്വാസികൾ തെറ്റിലേക്കാണോ പോകുന്നതെന്ന് ചിന്തിച്ചോണം. തിരുവഴുത്തുകളെയും ദൈവശക്തി അറിയായാൽ തെറ്റിപ്പോകുന്നു. പിശാചിന്റെ ശക്തി ഉറഞ്ഞു തുള്ളുന്ന വിശ്വാസികളാണ് ഇന്ന് ലോകത്തിൽ നല്ലൊരു ശതമാനവും. ഫ്ലാറ്റ് എടുത്ത് കൊടുക്കുന്നു, റിയൽ എസ്റ്റേറ്റ് കൊടുക്കുന്നു, ലോകത്തിലെ ഭൗതിക അനുഗ്രഹങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഉറഞ്ഞു തുള്ളുന്ന പാസ്റ്റർമാരും അമ്മാമ്മമാരും നിങ്ങൾ കണ്ടല്ലോ. ബാംഗ്ലൂരിലൊക്കെ കിടന്ന് ആത്മാവ് എന്നോട് പറയുന്നു, ആത്മാവ് എന്നോട് പ്രവചിക്കുന്നു, ആത്മാവ് എന്നോട് സംസാരിക്കും. ഒരു ആത്മാവും ഇല്ല, അത് ഒട്ട പിശാച നിന്നോട് പറയുന്നത്. ആത്മാവ് പറയുന്നത് എന്താണെന്ന് പുസ്തകത്തിലുണ്ട്, വ്യവസ്ഥയുണ്ട്. പരിശുദ്ധാത്മാവ് പറയുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ നിയോഗം തരുമ്പോൾ അത് വചനവുമായിട്ട് ചേരുന്നതായിരിക്കും. ഹല്ലേലൂയ. നടത്തുന്നവർ തെറ്റിച്ച് കളയുന്ന കാലമാണ്. പോക്കറ്റിൽ നിന്ന് ഫ്ലാറ്റ് എടുത്ത് കൊടുക്കുന്നു, വീടില്ലാത്തവന് വീട്, കാറില്ലാത്തവന് കാറ്, ലോറി ഇല്ലാത്തവന് ലോറി, പിന്നെ വിസ ഇല്ലാത്തവന് വിസ. ഒരിക്കലും ഒരു പാസ്റ്റർ പ്രസംഗിക്കുക, അമേരിക്കയിൽ പോകാനായിട്ട്, അല്ല കുവൈറ്റിൽ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണോ അമ്മ? അതെ, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് നിന്നെ അമേരിക്കയിലേക്ക് അയക്കാൻ പോകണം. എന്തൊരു അസംബന്ധം! എന്നിട്ട് ഈ പുള്ളി അവസാനം പറഞ്ഞ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്നെ വേദനിപ്പിച്ചത്. നിങ്ങളെ 10 പേരെ വിദേശത്തേക്ക് അയച്ചിട്ട് വേണം എനിക്ക് 10 ചക്രം ഉണ്ടാക്കാൻ. ഇപ്പോഴും ഇവിടെ കുഴപ്പമുണ്ടത്. ഇതൊക്കെ പ്രസംഗിക്കാവുന്ന കാര്യങ്ങളാണോ ദൈവമക്കളെ? ഇത് ഞാനിടത്ത് പറയുമ്പോൾ എന്നെ ക്രൂശിച്ചുകൊണ്ടും എന്നെ തല്ലിക്കൊണ്ടും ഒന്നും ആയില്ല. നിങ്ങൾ മാനസാന്തരത്തിൽ മടങ്ങി വന്നില്ലെങ്കിൽ നിത്യമായ നരകാഗ്നിയിലേക്ക് നിങ്ങൾ പോകും. ഹല്ലേലൂയ. ജാതികളെ പോലെ ആകരുത് നമ്മള്. ജാതികൾ എങ്ങനെയുള്ളവരാ? എഫേസ്യർ ലേഖനം ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാ. എഫേസ്യർ 4:17 മുതൽ വാക്യങ്ങളാകിയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്നാൽ, ജാതികൾ നിങ്ങളുടെ വൃത്തിബുദ്ധി അനുസരിച്ച് നടക്കുന്ന പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനംതഴിപ്പിച്ചു പോയവർ ആകിയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ നിന്ന് ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. വെറും ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, കണ്ടാൽ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. നമ്മൾ പുതിയ സൃഷ്ടികളാണ്, പുതിയ മനുഷ്യരാണ്, ജാതികളല്ല. സമയം മുമ്പോട്ട് പോകാൻ ഞാൻ എൻ്റെ വചനത്തിലേക്ക് വരിക. ഹല്ലേലൂയ. സ്തോത്രം.
എന്താണ് ഇവിടെ വായിച്ചത്? 2 കൊരിന്ത്യർ ലേഖനം 7-ാം വാക്യം നമ്മൾ എന്താ വായിച്ചത്? പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെ ആത്മാവിഷയിലെയും സകല കന്മോഷവും നീക്കി നമ്മെ തന്നെ പിടിപ്പാൽ ദൈവത്തിൽ വിശുദ്ധിയെ വെച്ചു. എന്താ വാഗ്ദത്തം? ഞാൻ അവരിൽ വസിക്കും, അവരുടെ ഇടയിൽ നടക്കും, ഞാൻ അവർക്ക് ദൈവവും അവരെനിക്ക് ജനവുമാകുന്നു എന്ന് സർവശക്തനായ ദൈവം അരുളി ചെയ്തത് കൊണ്ട്, ദൈവം അരുളി ചെയ്തിരിക്കുന്ന കൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇതാണ് ഈ വാഗ്ദത്തം. നമുക്കുള്ള വാഗ്ദത്തം ഇതാ. എന്താ? ദൈവം അവരുടെ ഇടയിൽ വസിക്കും, അവരുടെ ഇടയിൽ നടക്കും, അവർക്ക് ദൈവമായിരിക്കും, ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവരെൻ്റെ ജനമാകും. ഇതാണ് വാഗ്ദത്തം. മിസ്രയീമിൽ നിന്ന് ആടുകളെ പോലെ നടത്തിക്കൊണ്ട് വന്നിട്ട് അവസാനം മിസ്രയീം ആദ്യത്തെ കനാനിൽ ചെന്നപ്പോൾ 2 എണ്ണേ ഉണ്ട്, ബാക്കിയെല്ലാം തൊഴിഞ്ഞു പോയി. എവിടെ പോയി അവരൊക്കെ? ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ ഇതൊക്കെ? ഞങ്ങൾ 8 ലക്ഷം പേരുണ്ട്, ഞങ്ങൾക്ക് 3000 സഭകളുണ്ട്, ഞങ്ങൾക്ക് 5000 സഭകളുണ്ട്, ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് സഭകളുണ്ട്, ഞങ്ങൾക്ക് എണ്ണിയാ തീരത്തില്ല ഞങ്ങളുടെ വിശ്വാസികൾ. വല്ല ഗുണമുള്ള വല്ലതും ഉണ്ടോ ഇതിലെ? പ്രമാണം അനുസരിക്കുന്ന വല്ലവരും ഉണ്ടോ ഇതിലെ? നിങ്ങൾ പാട്ട് പാടി ഭൗതിക അനുഗ്രഹത്തെക്കുറിച്ച് പ്രസംഗിച്ച് അവരെ കോടീശ്വരന്മാരാക്കി അവരുടെ ദശാംശം വാങ്ങി തിന്നുകൊണ്ടിരിക്കുകയല്ലേ? എന്താ നിങ്ങളുടെ ലക്ഷ്യം? ഈ ഇടയ്ക്കൊരു പാസ്റ്റർ പറഞ്ഞു കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. നമ്മുടെ ലക്ഷ്യം എന്താ? മശിഹ വന്ന് യഹൂദന്മാരെ ചേർക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. നമ്മുടെ ലക്ഷ്യം എന്താ? മണവാളൻ വന്ന് മണവാട്ടി സഭയായി എന്നെ ചേർക്കും. ഇതല്ലേ നമ്മുടെ ലക്ഷ്യം? ആ മണവാളൻ വരുന്നവരെയും നിർമ്മല കന്യകയായ മണവാട്ടി സഭയാകേണ്ട നാം കർത്താവിനെ പ്രസാദിപ്പിച്ച് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടവരല്ലേ? നമ്മളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നേ? എന്താ നമ്മൾ ചെയ്യുന്നേ? നമ്മൾ ആരെയാ പ്രസാദിപ്പിക്കുന്നേ? വിശ്വാസികൾ പ്രസാദിപ്പിക്കുന്നത് പാസ്റ്റർമാർ പ്രസാദിപ്പിക്കുന്നത് സെൻട്രൽ പാസ്റ്റർ, ലോക്കൽ വലിയ വലിയ മേലാളന്മാരെയൊക്കെ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കുക. നരകം. ഇപ്പോൾ ഞാൻ മനുഷ്യനെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത്. ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിച്ചാൽ ദൈവത്തിൻ്റെ ദാസനായിരിക്കില്ല. ദൈവത്തിൻ്റെ ദാസനല്ലെങ്കിൽ നീ സാത്താൻ്റെ ദാസനാ. നിനക്ക് സ്വർഗരാജ്യമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മടങ്ങി വാ. ഈ ദൂത് കേട്ട് മടങ്ങി വാ സഭയെ. ഇംഗ്ലണ്ടില് ബാബു ജോൺ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ വീൽ ചെയറിൽ ഇരുന്ന് പ്രസംഗിക്കുന്നു. എൻ്റെ ദൈവമേ, ഞാനത് കേട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുക, കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ സഭകളിലെ അശുദ്ധിയെ തുറന്നു കാട്ടുന്ന ഒരു കരുത്തനായ ദൈവവൃത്യൻ. ഞാനത് കേട്ട് പിടിച്ച് ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനു മൂടി വെക്കണം ഇതൊക്കെ? സഭ എടുക്കപ്പെടാൻ നേരമായില്ലേ? എൻ്റെ സമ്പത്തൊന്നു ചൊല്ലുവാൻ വേറെയില്ലെന്നും യേശു മാത്രം സമ്പത്താകുന്നു. പാട്ടെന്താ? എൻ്റെ സമ്പത്തൊന്നു ചൊല്ലുവാൻ വേറെയില്ലെന്നും യേശു മാത്രം സമ്പത്താ. കോടിക്കണക്കിന് ഉണ്ടാക്കി വെച്ചിട്ട് യേശു സമ്പത്താന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുക. എൻ്റെ ദൈവമക്കളെ, ഇതിൽ പരം ചതി വേറെ വല്ലതും ഉണ്ടോ? ആ പാട്ടൊന്നും നമ്മളാരും എടുത്ത് പാടരുത്. അത് ഭക്തന്മാരെടുത്ത് പാടിയ പാട്ടുകളാ. ആ പാട്ട് പാടിയവർക്കൊന്നും ഒന്നുമില്ലായിരുന്നു ഈ ഭൂമിയിലെ. നമ്മളെ മക്കളെല്ലാം കൂടി ഉണ്ടാക്കി വെച്ചേക്കുന്നത് തിന്ന് ഗ്യാസ് കയറി നമ്മൾ വല്ലാത്ത പരുവത്തിലായിരിക്കുക. പണ്ടൊരു ചായൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ചായന് ഗ്യാസ് ട്രബിളും ഒത്തിരി അസുഖങ്ങളൊക്കെ ഉണ്ട്. രാത്രി ഡോക്ടർമാരെന്ന് പറഞ്ഞു ചായൻ്റെ കഴിക്കാനുള്ള ഫുഡിൻ്റെ മെനു കൊടുത്തു. അതായത് ഒരു പ്രത്യേക തരം ഭക്ഷണമാണ് കൊടുത്തത്. അച്ചാനൊട്ടും ഇഷ്ടമല്ല താനത്. എന്തൊക്കെയാണെന്നറിയില്ല, വാഴപ്പിണ്ടിയോ അത് ഇതൊക്കെയാ. എന്നാ അറിയാതെ അമ്മാമ്മ വീട്ടിൽ നിന്ന് സൂപ്പർ ചാപ്പാട് കൊണ്ട് കൊടുത്തു. അപ്പോൾ സർവൻ്റ് ഒരുത്തനുണ്ട്, അദ്ദേഹം കൂടെ നിൽക്കുക. പുള്ളി അത് തുറന്നു നോക്കിയിട്ട് ഒരു സാധനം അതിൽ കഴിക്കാൻ പാടില്ല, ഡോക്ടർ പറഞ്ഞതായില്ല, അതൊന്നും കഴിക്കാൻ പാടില്ല. പുള്ളി തുറന്നു നോക്കിയപ്പോൾ പുള്ളി അത് ചിട്ട പാലിക്കുന്ന ആളാണ്. എടാ പോയി, ഇതൊന്നും ഡോക്ടർ പറഞ്ഞേക്കുന്നുണ്ട്, എനിക്ക് കഴിക്കാൻ പാടില്ല, നീ ഇത് കഴിച്ചോ. കേട്ട മാത്രയിൽ അവൻ എന്ത് ചെയ്യൂ? പാത്രം തുറന്നു വെച്ചാൽ അടി തുടങ്ങി. സെക്കൻഡ് കൊണ്ടൊരു ചാപ്പാടെല്ലാം അടിച്ച് തീർത്ത്. അവന് കിട്ടാതിരിക്കുകയല്ലേ. അവൻ തിന്ന് തീർത്ത് ഏമ്പക്കം വിട്ട് അച്ഛാ ഞാൻ ശകലം ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ഉറങ്ങുക.
അച്ചായന് ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ലാത്തുക. അച്ചായനെ കണ്ടിട്ട് ഇവനെ കണ്ടിട്ട് ഒരു ഒറ്റ തൊഴി വെച്ച് കൊടുക്കാൻ തോന്നി. കാരണം എന്താ? എടാ ഞാനിവിടെ ഉറക്കമില്ലാതെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ ഇവൻ കിടന്ന് സുഖമായിട്ട് പോത്തുറങ്ങുന്ന പോലെ കിടന്നുറങ്ങുക. അവനൊന്നും നോക്കാനില്ല. പ്രിയമുള്ളവരെ, ദൈവമക്കളെ, നമുക്ക് ഈ ലോകത്തിലൊന്നുമില്ല. ധന്യം ധനം ലാഭം കീർത്തി ആ നഷ്ടമാകും. മാന്യമിത്രരാകെ നമ്മി പിരിഞ്ഞിനി പോകും. 77 80 മാത്രം നീളുമായുസതു നിനച്ചാൽ കഷ്ടത മാത്രം. ധാന്യം ധനം ലാഭം കീർത്തി ഇതെല്ലാം നഷ്ടമാകും സഹോദരങ്ങളെ. അതുകൊണ്ട് ലഗേജ് കുറച്ചോണം. നമ്മൾ ലെസ് ലഗേജ് മോർ കംഫർട്ട്, മോർ ലെസ്സേജ് ലഗേജ് ഒരു കംഫർട്ടും ഇല്ല. നിന്റെ ചീട്ട് കീറും സാത്താൻ. ഇപ്പം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമുക്ക് കുറച്ച് കാശ് ദൈവം തന്നു, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെലവഴിക്കാം. അല്ല പ്രിയമുള്ളവരെ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെലവഴിക്കാം. അത് ദൈവ ഇഷ്ടത്തിനനുസരിച്ച് ചെലവഴിക്കാനുള്ളതാ. അത് ആദ്യം മനസ്സിലാക്കണം. സ്വത്രം. കാരണം ഇത് അനീതിയുള്ള മാമോനാ. നിന്നെ കൊണ്ട് പോകും. ഇത് നിന്റെ നിക്ഷേപമുള്ളിടത്തിന്റെ ഹൃദയം ഇരിക്കുമെന്ന് ഞാനല്ല പറഞ്ഞത്, കർത്താവാ പറഞ്ഞത്. അപ്പം അത് ചക്രം കയ്യിലുണ്ടെങ്കിൽ പിന്നെ അതിൽ കിടന്ന് അഹങ്കരിക്കുക നമ്മൾ. ഞാൻ ഒരു മനുഷ്യനെയും ഫോക്കസ് ചെയ്ത് പറയുകയല്ല, ലോകത്തോട് ഞാൻ പറയുക. വിശ്വാസികളെല്ലാം പ്രാർത്ഥിച്ച്, ഈ ന്യൂ ജനറേഷന്മാർ പാസ്റ്റർമാർ പ്രാർത്ഥിച്ച് എല്ലാവരെയും കോടീശ്വരനാക്കി വെച്ചിരിക്കുക. എന്നിട്ട് അവരതിൻ്റെ ദശാംശം തിന്ന് അവർ സൂചിച്ചുകൊണ്ടിരിക്കുക. അവരുടെ എല്ലാം ഞാൻ പറയുക. ഞങ്ങളുടെ എറണാകുളം പട്ടണത്തിൽ ഒരു പാസ്റ്ററുണ്ട്, ഒരു ഗുണമില്ലാത്തവനാണേ. ഞാൻ 52-50 വയസ്സായപ്പോൾ സഭ കൊടുത്തത് 1 കോടി രൂപയുടെ ഒരു കാറാണ്. ഓൻ അതിൻ്റെ പുറത്ത് കയറി നടക്കുക ദൈവം തന്നെന്നും പറഞ്ഞു. എന്താ നമ്മൾ പഠിക്കുന്നേ? എഫേസ്യർ 1:3 ഞാനിവിടെ കിടന്ന് തകർത്തു വെച്ച് പ്രസംഗിക്കുക. എന്താ? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുവേ യേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ. പുതിയ നിയമത്തിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് ആത്മീകമായിട്ടാണ്. കൃപാവരങ്ങളാണ്, ദർശനങ്ങളാണ്, ആത്മശക്തിയാണ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്, വിശ്വാസത്തിൽ സമ്പന്നതയാണ്, പ്രത്യാശയുടെ സമൃദ്ധിയാണ്, സകല വനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാകുകയാണ്, ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മൾ ഉള്ളിൽ നിറഞ്ഞു വസിക്കുകയാണ്. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം സകല ദാനത്തോടുകൂടി ഐശ്വര്യമായി നമ്മൾ വസിക്കട്ടെ. സകല വിശ്വാസത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നത, സന്തോഷ സമൃദ്ധി, ക്രിസ്തുവിൻ്റെ സമാധാനം നിറഞ്ഞു വാഴുന്നു. ഇതെല്ലാം ആത്മീയ അനുഗ്രഹമാണ് പുതിയ നിയമത്തിൽ. പഴയ നിയമത്തിൽ ഉൽപ്പത്തി 13-ാം അധ്യായം പഠിക്കുമ്പോൾ തന്നെ അബ്രഹാമിന് പൊന്നും വെള്ളി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഭക്തനായ മനുഷ്യൻ അതിൻ്റെ പിറകെ പോയില്ല. കൂടാരത്തിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയാൽ നിർമ്മിച്ചിട്ട് അടിസ്ഥാനമുള്ള നഗരത്തിനു വേണ്ടി അവൻ കാത്തിരുന്നു. കൂടെ പോയ മുടിഞ്ഞവൻ ലോത്ത് ഭൗതികം വാരി കോരി കൂട്ടി പേരിൽ കൂട്ടി പ്രമാണം കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട് പിന്നെ പട്ടണത്തിൽ പോയിരുന്ന് വായി നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ പുസ്തകത്തിൽ പട്ടണവാതിക്കലിരിക്കുകയായിരുന്നു. ദൈവം ഒരു പണിയാൻ കൊടുത്തു, 8ന്റെ പണി. എന്താണെന്നറിയോ? ഓടിക്കൊള്ളാൻ പറഞ്ഞു. റിമെമ്പർ ലോർഡ്സ് വൈഫ്. എല്ലാ പ്രസംഗത്തിലും അത് പറഞ്ഞാലും കുഴപ്പമില്ല. നിങ്ങൾ കേട്ടോ? ലോത്തിന്റെ ഭാര്യ ഓർത്തുകൊള്ളുവിൻ. സഹോദരിമാരെ, പാസ്റ്റർമാരുടെ ഭാര്യമാരെ, 10 ചക്രം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യമാരെ, സഹോദരിമാരെ, ലോത്തിന്റെ ഭാര്യ ഓർത്തുകൊള്ളു. നിനക്ക് ആത്മീയ ഓട്ടക്കളത്തിൽ ഓടുവാൻ നിന്റെ കയ്യിലിരിക്കുന്ന ധനം തടസ്സമാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കേ. സഹോദരി പറഞ്ഞത് കേൾക്കണോ? എനിക്ക് നിങ്ങൾ പറയണം അത്ര ഓടാൻ പറ്റും, എനിക്ക് വിടാൻ വരെ പോകാൻ, അങ്ങോട്ട് പോക്കോ. ദൈവം എത്ര കരുണയുള്ളവനാണെന്ന് ചിന്തിച്ചു നോക്കി. അവിടം വരെ പോലും ഓടിയെത്താതെ പുറകോട്ട് നോക്കി ഉപ്പു തൂണായി തീർന്ന ലോത്തിന്റെ ഭാര്യ കർത്താവിടുത്തെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, റിമെമ്പർ ലോർഡ്സ് വൈഫ്. ലോത്തിന്റെ ഭാര്യ ഓർത്തുകൊള്ളു. പത്രോസിനോട് ചോദിക്കാം, മിസ്റ്റർ ലോത്ത് എങ്ങനെയായി? വലഞ്ഞുപോയ നീതിമാനായ ലോത്ത്. ആര് നീതിമാനൊക്കെ അവിടെ വലഞ്ഞുപോയി? ഇതിനുള്ള എന്തിനു കൊള്ളാവുന്ന? ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് പുറത്തു കൊള്ളണമേ, എന്നോട് ക്ഷമിക്കണമേ. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി ജഡത്തിലുള്ള അശുദ്ധി, ആത്മീയ വർധനവിന് എന്താ വേണ്ടത്? ദൈവത്തിലെ നിർമ്മലമായ വചനം. അത് ദുരുപദേശങ്ങൾ കേട്ടാൽ
ക്രിസ്തുവിൻ്റെ പ്രമാണത്തിനെതിരെയുള്ള ഉപദേശങ്ങൾ കേട്ടാൽ നിന്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് അത് തടസ്സമാണ്. ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നിങ്ങളെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഓ എൻ്റെ ദൈവമേ, പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ പത്രോസ് പറയുന്നൊരു ഭാഗം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. വിശുദ്ധി എന്നുള്ള വിഷയത്തെക്കുറിച്ച് പത്രോസ് പറയുന്നതൊക്കെ ശ്രദ്ധിക്കണം. പത്രോസും യോഹന്നാനും ഒക്കെ എല്ലാവരും പറയുന്നുണ്ട് വിശുദ്ധിയെക്കുറിച്ച്. യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകത്തിൽ അവസാനം പറയുന്നുണ്ട്, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13 വാക്യങ്ങൾ. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. നിന്റെ ജോലിയിലും നിന്റെ കുടുംബത്തിലും നിന്റെ സഭാ നടപ്പിലും എല്ലാത്തിലും വിശുദ്ധരായിരിക്കണം. ഹല്ലേലൂയ. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിക്കും. മെഷർമെന്റ് കർത്താവാ തരുന്നത്. കർത്താവ് വിശുദ്ധനാണ്, അതുകൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നതിന് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. വ്യർത്ഥവും പുതുവാരംഭവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളിയെ മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വലിയൊരു രക്തം കൊണ്ടാണ് നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നത്. പുതിയ നിയമസഭയെ ഇസ്രായേലിനെ വീണ്ടെടുത്തത് ആട്ടിൻകുട്ടിയെ കൊണ്ടാണെങ്കിൽ പുതിയ നിയമസഭയെ വീണ്ടെടുത്തത് യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ടാണ്. നീ ആട്ടുകുട്ടിയെ വീണ്ടെടുത്ത ആ യഹൂദന്റെ പുറകെ നീ പോണ്ട. നിന്നെ വീണ്ടെടുത്തിരിക്കുന്ന ഈ ക്രിസ്തുവിന്റെ രക്തമാണ്. വിശുദ്ധീകരിച്ച നിയമരക്തത്തെ അശുദ്ധമെന്ന് നിരൂപിക്കരുത്. സ്തോത്രം. എബ്രായലേഖനത്തിൽ പൗലോസ് പറയുന്ന ശക്തമായൊരു ഭാഷയാണ്. അത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഞാനത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമക്കളെ, ഞാൻ എന്തിനാ ഇത് പറയുന്നേ? എബ്രായലേഖനം 10-ാം അധ്യായം ഇടയ്ക്കിടയ്ക്ക് ഞാനിത് പറയും. എല്ലാവരും കേട്ടോണോ ഇത്? നിങ്ങളാരും കേട്ടില്ലെങ്കിൽ ഞാനെങ്കിലും കേട്ടോളൂ. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗം ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. മോശയുടെ പ്രമാണം അനുസരിക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് പറയുക. മോശ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ഈ ദൈവപുത്രനെ ചവിട്ടിക്കളയും. ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിക്കാത്തവന് പറയുക, ദൈവപുത്രനെ ചവിട്ടിക്കളയും വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിക്കുകയും പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടുമെന്ന് കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരം! ഓ ദൈവമേ, എന്താണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം? നമ്മൾ ആരാ ദൈവമക്കളെ? നമ്മൾ ആരാ? പുതിയ നിയമസഭയാ. നമ്മൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ. ആട്ടുകുട്ടിയെ കൊണ്ട് വീണ്ടെടുത്തവരല്ല. അവിടെ വെള്ളിയുടെ വീണ്ടെടുപ്പും ആട്ടുകുട്ടിയുടെ രക്തം കൊണ്ടും ഒക്കെ വീണ്ടെടുപ്പുണ്ട്. അവിടെ ആണ്ടിലൊരിക്കൽ പുരോഹിതൻ ഒരു കയ്യിൽ ഒരു പാത്രത്തിൽ രക്തം, മറു കയ്യിൽ വേറൊരു രക്തം, തനിക്ക് വേണ്ടി ജനത്തിന് വേണ്ടിയും ശുദ്ധീകരണ പ്രക്രിയ ചെയ്യാനായിട്ട് പ്രാകാരം, വിശുദ്ധതലം, അതിപരിശുദ്ധതലം. അതിപരിശുദ്ധതലത്തേക്ക് ചെല്ലും. പല കുരുത്തക്കേട് വല്ലതും കാണിച്ചെങ്കിൽ, ഇപ്പൊ പൗരോഹിത്യ വസ്ത്രത്തിൽ മണികളുണ്ട്, അതളപ്പട മണികൾ ഇങ്ങനെ കൂട്ടടി നടന്നുകൊണ്ടിരിക്കും. കൂട്ടടി എന്ന് പറഞ്ഞാൽ പുരോഹിതൻ അതിൻ്റെ ഉള്ളിൽ പോയി ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ മണികൾ അങ്ങനെ കിണിക്കൊണ്ടിരിക്കും. ജനം ഇങ്ങനെ വെളിയിൽ നിൽക്കുക. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. അതിപരിശുദ്ധ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതൻ വിശുദ്ധിയും വേർപാടും നേരെ ഇല്ലെങ്കിൽ എന്ത് വരും? ചത്തി വീഴും. അവിടെ അവനെ വലിച്ചെടുക്കാനായിട്ട് അങ്ങോട്ട് കയറി ചെല്ലാൻ പാടില്ല. അതാണ് നടുക്കെട്ട്. അച്ഛന്മാർ നടുക്കെട്ടും കെട്ടി നടക്കുക. എന്തറിഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഇവരൊക്കെ ചെയ്യണത്? വല്ല ബോധമുണ്ടോ? നമ്മൾ പിന്നെ എന്തായാലും അതില്ല. അതിനേക്കാൾ വലിയ പാപം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. പാസ്റ്റർമാർ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ പലരെയും. 50 വർഷമായി വേദപുസ്തകം കയ്യിലെടുത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പ്രസംഗം കുറച്ച് നാളായിട്ടു, പഠിച്ചുകൊണ്ടിരിക്കുക. എപ്പോൾ പഠിത്തം തീരും പാസ്റ്ററെ? ഒരു കിട്ടത്തോടെ മരിച്ചു കഴിയുമ്പോൾ
പെട്ടിയിലെടുത്ത് വെക്കുമ്പോൾ പഠിത്തം തീരും. അതുവരെയും പഠിച്ചുകൊണ്ടിരിക്കും. ഞാൻ പഠിച്ചൊന്നും തീർന്നിട്ടില്ല. ഐ എം എ സ്റ്റുഡൻറ്റ്. ഈ കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞു, പാസ്റ്റർ കണ്ട ഒരു പഠിതാവിനെ പോലെ ഉണ്ട്. അതേ, ഞാൻ ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. കൊച്ചിനെ കൊണ്ട് വിടാനായിട്ട് സ്കൂളിൽ പോയപ്പോൾ ഒരാൾ പറഞ്ഞതാ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. കർത്താവിനെ നമ്മൾ കൈക്കൊണ്ടവരാ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഒരു മർമ്മം പോലെ കിടപ്പുണ്ട്. എന്താണത്? 1:12 വായിച്ച് കേൾപ്പിക്കാം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഇവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. യേശു കർത്താവിനെ കൈക്കൊള്ളുന്നവർക്ക് ദൈവമക്കളാകാനുള്ള അധികാരം കർത്താവ് തന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നതോ? ഇവിടെ പറയുന്നത് എന്താ? അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട്. നാം കർത്താവിനെ കൈക്കൊണ്ടു. കർത്താവ് നമ്മെ കൈക്കൊള്ളണമെങ്കിൽ അശുദ്ധി കിടന്ന് വിരളരുതെന്ന് സാരം. ലോകത്തിന്റെ അശുദ്ധി കിടന്ന് വരണ്ടാൽ ദൈവം നമ്മളെ കൈക്കൊള്ളില്ല, ദൈവം നമ്മളെ തള്ളിക്കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ശക്തമായ വചനങ്ങളാണ് ഇന്ന് വരുക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മളൊന്ന് വരട്ടെ. മെസ്സേജിൻ്റെ കൺക്ലൂഷനിലേക്ക് വരിക. ഒത്തിരി പറയാനായിട്ട് എനിക്ക് പ്രേരണ ഉണ്ടെങ്കിലും ഞാൻ ബ്രേക്ക് കൂട്ടി നിർത്തുന്ന പോലെ അങ്ങ് നിർത്തുക. കാരണം ഇത് കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ ഭയങ്കര വേദനയായിരിക്കും. പക്ഷെ കേട്ടേ പറ്റൂ കേട്ടോ. കർത്താവിൻ്റെ ഒരേ പോകണമെങ്കിൽ കേട്ടേ പറ്റൂ. അവിടെ ചപ്പൻ ചോറും കേട്ടാന്നും പറ്റില്ല. നിർമ്മലമായ ഈ പഥ്യവചനം, പഥ്യോപദേശം കേൾക്കണം. 22:10 വെളിപ്പാട്. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയമെടുത്തിരിക്കാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ തന്നെയും വിശുദ്ധീകരിക്കട്ടെ. എൻ്റെ പൊന്നെ, വെളിപ്പാട് പുസ്തകം വരെയും മറ്റുള്ള ലേഖനങ്ങളിലൊക്കെ എഴുതി വെച്ചത് ശുദ്ധീകരണം പ്രാപിക്കുക, അശുദ്ധി വിട്ടു ഓടുക എന്നൊക്കെ പറഞ്ഞിട്ട് വെളിപ്പാട് പുസ്തകം അവസാന അധ്യായത്തിലേക്ക് വന്നപ്പോൾ നീ അശുദ്ധനായിട്ട് ജീവിക്കുകയാണെങ്കിൽ നീ അത് ചെയ്തോ, നീ വിശുദ്ധനാകണ്ട, നിന്റെ ചീട്ട് ഞാൻ കീറാൻ വെച്ചിരിക്കുകയാണ്. എന്താ ദൈവം, നമ്മൾ ഭയപ്പെടേണ്ടതിനെ? അനീതി ചെയ്യുന്ന അനീതി ചെയ്യട്ടെ, ഊതിയിട്ട് ഒന്തിയിട്ട് കുരപ്പിച്ച് ചിരിപ്പിച്ച് ഛർദിപ്പിച്ച് ഫ്ലാറ്റ് കൊടുത്ത് ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി തലയറിഞ്ഞ് പ്രാർത്ഥിച്ച് വിശ്വാസികളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ശുശ്രൂഷ വൃന്ദങ്ങൾ മനസ്സിലാകണം. നീ അശുദ്ധിയിലാണ് പോകുന്നതെങ്കിൽ നീ അശുദ്ധി തന്നെ പൊക്കോ. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തൻ അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും, ഒന്നാമത്തനും ഒടുക്കത്തവനും അന്തവുമാകുന്നു, ആദിയും അന്തവുമാകുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിന്, ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിന് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവം തന്ന രക്ഷാവസ്ത്രം, ദൈവം തന്ന നീതിയിൽ വസ്ത്രം വിഷയാപ്രവൃത്തിയിലുണ്ട്. അത് നമ്മൾ അലക്കി വെടിപ്പാക്കിക്കൊണ്ടിരിക്കണം. തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും, പരാജയങ്ങളൊക്കെ വരും. അത് ദിവസവും ശുദ്ധീകരിക്കണം. ഷർട്ട് കഴുകുന്ന പോലെ, പാൻറ് കഴുകുന്ന പോലെ, ഇന്നർ ഡ്രസ്സ് കഴുകുന്ന പോലെ ഒരു ശുദ്ധീകരണം നമുക്ക് എല്ലാ ദിവസവും ഉണ്ടാകണം. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. പാപജടത്തിലാണ് നമ്മൾ വസിക്കുന്നത്, ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ് നടന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം. നാം നമ്മെ തന്നെ വെടിപ്പാക്കണം, നാം നമ്മെ തന്നെ നിർമ്മലീകരിക്കണം, നാം നമ്മെ തന്നെ കാത്തുകൊള്ളണം, നാം നമ്മെ തന്നെ സൂക്ഷിക്കണം, നാം നമുക്ക് തന്നെ ആത്മീയ വർധന വരുത്തണം. ഇതൊക്കെ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൻ്റെ ഘനമായ കാര്യങ്ങളാണ്. ഇതൊന്നും പഠിക്കാതെ ഏത് സ്വർഗത്തിലാണ് പോകാതിരിക്കുന്നേ? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ ബലഹീനനാണ്. പക്ഷേ ഈ വചനം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ബലഹീനനായിരുന്ന കൊണ്ട് ഈ വചനം ഞാൻ ആത്മാവിൽ പറയുകയാണ്. അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. നാം കർത്താവിനെ കൈക്കൊണ്ടു, ശരി. കർത്താവ് നമ്മെ കൈക്കൊള്ളണമെങ്കിൽ നാം വിശുദ്ധന്മാരായിരിക്കണം, നീതിമാന്മാരായിരിക്കണം. അല്ലാതെ ലോകത്തുള്ള അശുദ്ധിക്ക് മുഴുവൻ കിടന്ന് വരണ്ടിട്ട് ഒരു പ്രസ്ഥാനത്തിൻ്റെ വലിയ വലിയ പാസ്റ്റർമാരവിടെ ഇരിക്കുമ്പോൾ 10-18 വയസ്സുള്ള പെണ്ണുങ്ങൾ ചന്തിയൊക്കെ കുലുക്കി കിടന്ന് ഡാൻസ് ആടിയപ്പോൾ ഈ മഹാന്മാർ കണ്ടുകൊണ്ടിരിക്കുക. എത്ര ലജ്ജാവഹം! ഓ, ഇവർക്ക് നാണമില്ലേ? ഹല്ലേലൂയ, സ്തോത്രം.
അവർ സന്തോഷിക്കുക. എന്ത് കണ്ടുകൊണ്ട് സന്തോഷിക്കുക? ഞാനൊന്നും പറയുന്നില്ല അധികം. എൻ്റെ വാക്കുകളെ ഞാൻ പരിമിതപ്പെടുത്തട്ടെ. ഇടുക്കിയിൽ നിന്ന് ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ കാര്യം പോക്കാന്ന് പറഞ്ഞു. ആ പോകുന്നവർ പറയാമല്ലോ, നിങ്ങൾ തട്ടിക്കളയുന്ന പോകുന്നവർ പറയാമല്ലോ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിക്കുന്ന അത്യുത്തമമല്ലോ. ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നെങ്കിൽ ലാഭം. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഈ ദുഷ്ടലോകത്ത് നിന്ന് മരിച്ചു പോകുന്നത് നല്ലതാ. എനിക്ക് ആ ഹൃദയത്തിൽ വാക്യം കർത്താവ് തന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ എന്തിനാ ഇത് പറയുന്നത്? ആരും നഷ്ടപ്പെട്ടു പോകരുത്. കാഹളം ധരിച്ച് കർത്താവ് വരുമ്പോൾ നിങ്ങളാരും കൈവിടപ്പെട്ടു പോകരുത്. അതിനാണ് ഞാൻ ഇത്ര രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത്. നമുക്ക് അനുകരിപ്പാൻ കൊള്ളത് പൗലോസ് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ അനുകരിപ്പേൻ, നിങ്ങൾക്ക് കാണിച്ച മാതൃപ്രകാരം നടക്കുന്നവരെ കുറിക്കൊള്ളുവിൻ. ഇന്നത്തെ പാസ്റ്റർമാരെ അനുകരിക്കരുത്, പ്രസിഡന്റുമാരെ അനുകരിക്കരുത്, ഇന്നത്തെ ലീഡർഷിപ്പിലെ അനുകരിക്കരുത്. അവർ നമ്മളെ പാപത്തിലേക്ക് വലിച്ചടയ്ക്കുന്നവരാ. എന്നാൽ പൗലോസിന്റെ പ്രബോധനങ്ങൾ കേട്ട് അനുകരിക്കുക, കർത്താവായ യേശുക്രിസ്തുവിനെ അനുകരിക്കുക, അവന്റെ വിശുദ്ധ പ്രവാചകന്മാരെ അനുകരിക്കുക. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ച്, വാക്കിനാൽ ലേഖനങ്ങളാൽ ആരാ പ്രമാണം തന്ന അവരെ അനുകരിക്കുക. ഇല്ലെങ്കിൽ എന്തോ പറ്റും? കൈവിടപ്പെട്ടു പോകും. പലരും വിചാരിച്ചു കൈവിടപ്പെട്ടു പോയാൽ കുഴപ്പമില്ലെന്ന്. ഇനി രക്ഷയുണ്ടെന്ന് പഠിപ്പിക്കുന്ന ദുരുപദേശം പോലും ഇവിടെ കിടപ്പുണ്ട് ആത്മീയ കുളത്തിൽ. മഹോദരകാലത്തിൽ സഭ ഇവിടെ ഉണ്ടാവുന്ന പഠിപ്പിക്കുന്ന ദുരുപദേശികൾ ഇഷ്ടം പോലെ ഉണ്ട്. അവർ പ്രസംഗിച്ച് കോടികൾ ഉണ്ടാക്കി സൂചിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ പ്രസംഗിച്ചാൽ കാശ് കിട്ടും ഇഷ്ടം പോലെ. എന്നിട്ട് ചീട്ട് കീറുമെന്ന് പറഞ്ഞാൽ ആരും തരത്തില്ല, വേണ്ട. ദൈവമില്ലാത്തൊരു പൈസ എൻ്റെ കൈ വരരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അഴുക്കുള്ളവൻ ഇനി അഴുക്കാകട്ടെ, നീതിമാൻ ഇനി നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനെൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കാൻ എൻ്റെ പക്കലുണ്ട്. കർത്താവ് നമുക്ക് പ്രതിഫലം തരാൻ വൈകി പോകും. നമ്മുടെ ശുശ്രൂഷകൾക്ക്, നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ഏറ്റവും ഇസഡ്യൂലുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പ്രതിഫലമായി കർത്താവ് വരുന്നു. കൈവിടപ്പെട്ടു പോകല്ലേ. കൈവിടപ്പെട്ടു പോയാൽ കോടാനുകോടി വർഷം നരകത്തിൽ കിടന്ന് പുഴുവരിച്ച്, പിന്നെ കൂരുരുട്ടിലും തീയും ഗന്ധകവും പൊയ്യുന്ന ആ തീപ്പൊയ്യൽ കിടന്ന് പുഴുവരിച്ച് വെള്ളം പോലും കിട്ടാതെ. ലൂക്കോസിന് സുവിശേഷം 16-ാം അധ്യായത്തിൽ ധനവാന്റെ അവസ്ഥ വായിച്ചു പഠിച്ചോണം. ഹല്ലേലൂയ. എന്താ ധനവാന്റെ അവസ്ഥ? എല്ലാ ധനവാന്മാരും അങ്ങോട്ട് പോകുന്നതാണോ? അല്ല. ധനത്തെ ചെറുതായിട്ട് കാണണം. നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ധനം ചെലവഴിച്ചാൽ എന്താ പറ്റുന്നില്ല, നരകത്തിൽ പോയി വീഴും. പറഞ്ഞിട്ട് പിന്നെ കഥയില്ല. ഹല്ലേലൂയ. ഞാൻ ഏറ്റവും പേടിക്കുന്ന ഒരു അധ്യായമാണ് ഈ ലാസറിന്റെ കഥ. ഒരു പ്രമാണി അവനോട്, നല്ല ഗുരു, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ അവകാശമാക്കുവേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. യേശുവിനോട് നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനില്ല. വിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇനി നിനക്കൊരു കുറവുള്ളതുണ്ട്. അപ്പം അനുസരിക്കുന്നെന്ന് പറയുന്നില്ല. ഇന്നത്തെ പെന്തക്കോസ്തുകാരെക്കാളും നല്ലവനായി ഈ മത്തായി, ഈ ലൂക്കോസ് 18 പറയുന്ന ഈ പ്രമാണി എത്രയോ നല്ലവനാ, എല്ലാം അനുസരിക്കുന്നവനാ. അപ്പൊ കർത്താവ് നോക്കിയപ്പോൾ പണം ഇഷ്ടം പോലെ ഉണ്ട്, അത് വിറ്റ് തരത്തിൽ കൊടുക്കാൻ പോയി. പുള്ളിക്കാരന് മനസ്സില്ല, പുള്ളി നിത്യജീവനിൽ നിന്ന് അകന്നു പോയി. 16 ഞാൻ പറയുന്നൊരു കാര്യം ശ്രദ്ധിച്ചോ. ധനവാനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന പേരുള്ളൊരു ദരിദ്രൻ ഗുണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുതുക്കൽ കിടന്ന് ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന, സ്തോത്രം, ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന, ഹല്ലേലൂയ, അപ്പനുറുക്കുകൾ കൊണ്ട് വീഴുന്നതിൽ നിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. അവന്റെ അവസ്ഥ അറിയാമല്ലോ. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവൻ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, ഒരു പിതാവേ എന്നൊരു വിളി, ഒടുക്കത്തൊരു വിളി അവന്റെ, എന്നോട് കനിവുണ്ടാകണമേ,
ലാസർവലിൻ്റെ അറ്റം മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസറവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കാം. അവനിപ്പോൾ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്ക് നിങ്ങൾക്കും നടുവെ ഒരു പിളർപ്പുണ്ടായിരിക്കും. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അതിനവൻ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് നയിക്കണമേ, അതിന് രക്ഷയില്ല. എനിക്ക് 5 സഹോദരന്മാരുണ്ട് അങ്ങോട്ട് അയക്കാൻ. അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ സുവിശേഷ വേല ചെയ്യാനുള്ള ഒരു ആത്മഭാരം യാതനാ സ്ഥലത്ത് കിടന്നുണ്ട്. അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരുണ്ടല്ലോ, അവരുടെ വാക്കവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, ബുദ്ധിപദേശം കൊടുക്കുക പിതാവിന്. യാതനാ സ്ഥലത്ത് കിടന്നുണ്ട്. മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നാൽ അവർ മാനസാന്തരപ്പെടുമെന്ന് ധനവാന്റെ ഒരു വ്യാമോഹം. അവനോട്, അവൻ മോശയുടെ ന്യായപ്രമാണത്തിൻ്റെ വാക്കുകൾക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തവൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മോശയുടെ ന്യായപ്രമാണം, പ്രവാചകന്മാരുടെ ആ ഉപദേശങ്ങൾ അവരനുസരിച്ചാൽ അവർക്ക് രക്ഷപ്പെടാം. യാഗം കഴിച്ച് നിയമം ചെയ്താൽ യഹൂദന് രക്ഷ. നമുക്കിവിടെ യാഗം ക്രിസ്തുവിൻ്റെ യാഗമാണ്. ചെറുമാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. നാം ആണ് യാഗവസ്തു. അവിടെ യഹൂദൻ ആട്ടിനെ അർപ്പിക്കുന്നു പാപത്തിനെ. ഇവിടെ നമ്മൾ ക്രിസ്തുവിൻ്റെ യാഗപീഠത്തിൽ. അതിൻ്റെ അർത്ഥം ഇതാണ്, നമ്മൾ തന്നെ യാഗവസ്തുവായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു എന്ന് സാരം. എന്നിട്ട് പാപം ചെയ്തുകൊണ്ടിരുന്ന അവിടെ വയങ്ങൾ നീതി ചെയ്യാനായിട്ട് സമർപ്പിച്ച് മുന്നോട്ട്. അതാ റോമലേഖനം 6-ാം അധ്യായം. പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു നിങ്ങൾ പഠിപ്പിച്ച ഉപദേശിച്ചപ്പോൾ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാമി നീതിക്ക് ദാസന്മാരായി. പാപം ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ ദൈവത്തിൻ്റെ വചനം ഉപദേശം അനുസരിച്ച് ജീവിച്ചപ്പോൾ എന്ത് പറ്റി? നീതിക്ക് ദാസന്മാരായി. നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടുക. റോമാലേഖനം. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. ഞാനത് പ്രസംഗിച്ചിട്ടുണ്ട്. ഇനിയും പ്രസംഗിക്കാൻ താല്പര്യമുണ്ട്. എൻ്റെ ഉള്ളിൽ പ്രേരണയുണ്ട്. അതുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നമ്മൾ അശുദ്ധിയിലേക്ക് പോകാതെ, ദൈവവചന വ്യവസ്ഥ വിട്ടു പോകാതെ വിശുദ്ധന്മാരായി ജീവിച്ച്, പ്രിയമുള്ളവർ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്. എന്താണ് വാഗ്ദത്തം? ഞാൻ അവരിൽ വസിക്കും, അവരുടെ ഇടയിൽ നടക്കും, അവർക്ക് ഞാൻ ദൈവമായിരിക്കും, അവരുടെ ജനവുമാണ്. പഴയ നിയമത്തില് സമാഗമന കൂടാരത്തിൽ വസിച്ചു. എനിക്കത് പറയാൻ സമയമില്ല. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ അങ്ങോട്ട് വായിച്ചു പഠിച്ചോ, 1 മുതൽ 10 വരെ. ഞാൻ അവരിൽ വസിക്കും. കർത്താവ് നമ്മളിൽ വസിക്കുന്നു. നിങ്ങൾ എൻ്റെ വചനം നിങ്ങൾ വസിച്ചാൽ നിങ്ങൾ എന്നിലും, ഞാൻ നിങ്ങളിൽ വസിക്കും. കർത്താവ് നമ്മിൽ വസിക്കുന്നു. അവിടെ സമാഗമന കൂടാരത്തിൽ ദൈവം ഇറങ്ങി വസിച്ചു. ഇപ്പോൾ പുതിയ നിയമത്തിൽ നമ്മിൽ വസിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രമാണം എത്ര വലുതാ! ഇതുവെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ദൈവമക്കളെ, അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുക, നമുക്കുള്ള വാഗ്ദത്തം എന്താണ്? ഞാൻ അവരിൽ വസിക്കും. അതായത് എന്നിലും നിങ്ങളിലും കർത്താവ് വസിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് നമ്മിൽ വസിക്കുകയാണ്. കർത്താവ് നമ്മുടെ ഇടയിൽ നടക്കുകയാണ്. വെളിപ്പാട് പുസ്തകം ദൂത് തീരുന്നില്ല. വെളിപ്പാട് 3-ന്റെ അവസാനത്തിൽ പറയുമ്പോൾ കർത്താവില്ല സഭയിൽ. കർത്താവ് പുറത്താ. എല്ലാം കൂടി അടിച്ച് പുറത്താക്കി. പാസ്റ്റർമാരും റെവറൻഡന്മാരും ഡോക്ടർമാരെല്ലാം കൂടി കർത്താവിനെ അടിച്ച് പുറത്താക്കി. അവിടെ യേശു എന്നുകൊണ്ട് പറയുക, ഞാൻ വാതിൽക്കൽ ഒന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അത്താഴം കഴിക്കും. സഭയ്ക്ക് പുറത്ത് കിടക്കുക കർത്താവ്. അകത്തോട്ട് കയറ്റാൻ വല്ല മനസ്സുണ്ടോ? ഭൗതികം പ്രസംഗിച്ച് ജനത്തെ കൊല്ലാതെ, ദൈവജനത്തിൻ്റെ വെളിപ്പാടുകൾ പ്രസംഗിച്ച് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിച്ച്, യേശു ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച്, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിന്ന്, ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൽ നിലനിന്ന് നിത്യജീവന്റെ പാതയിലേക്ക് നടത്തപ്പെടുവാൻ സർവശക്തനായ കർത്താവ് ഈ ചെറിയ പ്രബോധനം നമുക്കിടയാക്കി തീർക്കട്ടെ എന്ന് പ്രസംഗിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് വനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ.